പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ ബീഹാറിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ജംഗിൾ രാജ് ആരോപണമൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം RJD ഭരിച്ചിരുന്ന കാലത്ത് എന്തായിരുന്നു സാഹചര്യം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാൻ സാധിച്ചു. അതുകൂടാതെ യോഗി ആദിത്യനാഥ്, അമിത്ഷാ, അങ്ങനെ പ്രധാനപ്പെട്ട BJP നേതാക്കളെല്ലാം ബീഹാറിലെ വിവിധയിടങ്ങളിൽ പ്രചരണ പരിപാടികളൊക്കെ പങ്കെടുത്തു. RJD ആണെങ്കിലും RJDയുടെ രീതിയിൽ തേജസ്വി യാദവ് ഇങ്ങനെ എല്ലാ മേഖലകളിലും പോയി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിതീഷ് കുമാർ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി നിതീഷ് കുമാർ വളരെ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കാളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി എവിടെ പോയി. കാരണം ഇവിടെ ഒരു വലിയ നെഗറ്റീവ് കൊണ്ടുവന്ന ഒരു വ്യക്തി പെട്ടെന്ന് അദ്ദേഹത്തെ കാണാനില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് കോൺഗ്രസിൻ്റെ ഒരു മനോനില തകർക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ. കാരണം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇപ്പം ആദ്യത്തെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതായത് നവംബർ 6-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സെൻട്രൽ ബീഹാറിലെയും സദേൺ ബീഹാറിലെയും മണ്ഡലങ്ങളിലാണ്. അപ്പോൾ ഇവിടെ ഇത്തവണ എന്തെങ്കിലുമൊക്കെ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം ബീഹാറിലില്ല എന്നുള്ളതാണ് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നത്.